ഡോക്ടർ ബി ജയരാജ്, ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ബി ജയരാജ്, അങ്ങേക്ക് ഈ സംഭവം ഓർമ്മയുണ്ടോ? തീർച്ചയായും. ഇത് നമ്മളിത് പറയുമ്പോൾ രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്നെന്ന് പറയുന്ന ഒരു മോബ് റിയാക്ഷനാണ്. മറ്റേത് വളരെയധികം 40 വർഷത്തോളം MLA ആയിരുന്ന വളരെ എന്താണ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കമൻ്റാണ്. അത് എത്രമാത്രം പ്രകോപിതനായാലും ശ്രീ രാംകുമാർ സാർ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിൽക്കട്ടെ. PC ജോർജിന്റെ കേസിലേക്ക് നമുക്ക് വരാം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? അവർ പറയുന്ന പ്രകോപനപരമായ മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും. യൂത്ത് ലീഗാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ പ്രകടനത്തിനിടെ പറഞ്ഞ വാക്കുകൾ മുദ്രാവാക്യങ്ങളാണ്. ഇത് വളരെ കൃത്യമായി ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉണ്ടായത്. ഹിന്ദു ജനതയെയാണ് ലക്ഷ്യം വെച്ചത്. അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങൾ കേട്ട മണ്ണാണ് കേരളം. ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊണ്ട് ആലപ്പുഴയിൽ പറയിപ്പിച്ച മുദ്രാവാക്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതെന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പറഞ്ഞ് തഴമ്പിച്ച ആ വാക്കുകളാണ്. അത് ഏതെല്ലാം മതവിഭാഗങ്ങൾക്കെതിരായിരുന്നു? ക്രൈസ്തവർക്കെതിരെയായിരുന്നു, ഹൈന്ദവർക്കെതിരെയായിരുന്നു. ഇത്തരം വലിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ നിൽക്കുമ്പോൾ ഈ കാഞ്ഞങ്ങാട് സംഭവത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനെതിരെ പിണറായിയുടെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അതിനകത്ത് ഒരു പ്രകടനം നടക്കുമ്പം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിലും ശരി, വലതുപക്ഷത്തിൻ്റെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ RSSൻ്റെ ഒരു പ്രകടനത്തിൽ വാളിൽ നിന്നാണ് രക്തമെടുത്ത് കുറിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, അതല്ലെങ്കിൽ ഒരു തന്തയ്ക്ക് പിറന്നവനെങ്കിൽ നേരെ രൂപ വാടാന്ന് പറഞ്ഞിട്ട് തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള, തെറി വിളിച്ചിട്ടുള്ള, അസഭ്യ വർഷം നടത്തിയിട്ടുള്ള മുദ്രാവാക്യം പറഞ്ഞിട്ടില്ല. ഡോക്ടർ ബി ജയരാജ്, ഇവിടെ ഇതിന് താങ്കൾക്ക് മറുപടി ഉണ്ടാകില്ല എന്ന്. കാരണം ആ കാര്യത്തിൽ ഒരു നിലപാടും നടപടിയും പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ നോക്കൂ, PC ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അഡ്വക്കേറ്റ് രാംകുമാർ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. അങ്ങേയറ്റം പ്രകോപനപരമായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിൽ അദ്ദേഹത്തെ അസഭ്യം പറയുന്ന സാഹചര്യം ഉണ്ടായി. വളരെ കൃത്യമായി അതിന് മറുപടി ഉണ്ടാകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു നാക്കുപിഴ സംഭവിച്ചു പോയി. അത് വളരെ കൃത്യമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇവിടുത്തെ ദേശസ്നേഹികളായ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അത് വേദനിപ്പിച്ചതിൽ മാപ്പ് ചോദിക്കുന്നതായും പറഞ്ഞു. സ്വാഭാവികമായും തീരേണ്ട ഒരു പ്രശ്നമാണ് ഇത് ആളിക്കത്തിക്കാൻ പിണറായിയുടെ പോലീസിനും ഇവിടുത്തെ ചില സംഘടിത വിഭാഗങ്ങൾക്കും എന്താണ് ഇത്ര ധൃതി ഉണ്ടായത്? നീലിമയുടെ ചോദ്യങ്ങൾ കഴിഞ്ഞെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അല്ലെങ്കിൽ നീലിമ ഇങ്ങനെ തുടരാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഞാനിവിടെ മിണ്ടാതിരിക്കുകയും ചെയ്യും. അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. എനിക്ക് പറയാനുള്ളത് പറയാൻ പൂർണ്ണമായിട്ടും കേൾക്കണം. എന്നിട്ട് അത് കേട്ടിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക, അല്ല ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യരുത്. അത് ആദ്യമേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നീലിമയോട് പറഞ്ഞതാണ്. ഇത്തവണ ഞാൻ ഇതൊന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നീലിമ ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് ഇൻ്റർഫിയർ. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത് കാണിച്ച 2 സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു മോബ് സിറ്റുവേഷനാണ്. അതൊരു വ്യക്തിയല്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആയിട്ട് 40 വർഷം ഒരു നിയമസഭയിൽ ഇരുന്ന ആളല്ല. രാംകുമാർ സാർ പറഞ്ഞ കണക്കല്ല ചീഫ് വിപ്പ് ആയിരുന്ന ആളല്ല. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നാക്കുപിഴയല്ലല്ലോ വരുന്നത്. ഇത് എത്ര നാളുകളായിട്ട് തുടരുന്നതാണ്. 7 or 8 പ്രാവശ്യം. അവസാനം ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇനിയെങ്കിലും ശ്രദ്ധിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വെറുതെ വിട്ടത്. അതിനുശേഷം വീണ്ടും വന്നിരുന്നുകൊണ്ട് എല്ലാവരും വർഗീയവാദികളാണ്, മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്, നിങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കോളൂ എന്നൊക്കെ പറയുന്ന
ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് അംഗീകരിക്കാനാവില്ല. അതല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. അതിനെയൊന്നും ഞാൻ എതിർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് എന്താ അഭിപ്രായം പറയാം. പക്ഷേ ഈ റിലീജിയസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് അനേകായിരം മതങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് പരസ്പരം ബഹുമാനിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര എന്നൊക്കെ നമ്മൾ എടുത്ത് എപ്പോഴും പറയാറുള്ളത്. അതിന് കളങ്കം വരുന്നത് നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവർത്തികൾ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയാൽ പോലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ അതിനെ ഒന്ന് ന്യായീകരിക്കാൻ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് അത് കൂട്ടക്കുരുതികളിലേക്കും വംശീയ എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ പറയുന്നുള്ള അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകും. ചിലപ്പം ഒരു പരാമർശമാകും. അത് വേറൊരാളെ ഏറ്റെടുക്കുന്നത് ഏത് അർത്ഥത്തിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഗുരു നിത്യേനേതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 70 വയസ്സ് കഴിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മാനസിക സ്ഥിതി ശരിയാണോ എന്ന് പരിശോധിക്കണമെന്ന്. അങ്ങനെ പരിശോധിക്കേണ്ടുന്ന ഒരു സ്ഥിതിയല്ലേ പി സി ജോർജിൻ്റെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ന്യായമായ സംശയം തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കൂടി പരിശോധിക്കേണ്ടതില്ലേ ഡോക്ടർ ബി ജയരാജ്? അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ പരിശോധിക്കട്ടെ, എല്ലാവരുടെയും പരിശോധിക്കട്ടെ, പിണറായിയുടെയും നരേന്ദ്രമോദിയുടെയും പരിശോധിക്കട്ടെ. എന്തിനാണ് പിണറായി മാത്രം പറയുന്നത്? നരേന്ദ്രമോദിയെയും ഇവിടെയുള്ള 70 വയസ്സ് കഴിഞ്ഞ എല്ലാ BJP-കാരുടെയും പരിശോധിക്കട്ടെ. അതൊന്നും ഒരു വിഷയമല്ല. ഇങ്ങനെ സ്ലിപ്പ് ഓഫ് ടങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ എന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും അസഹിഷ്ണുതയായിട്ട് പ്രസ്താവന ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു TV ചാനലിലൂടെ വന്നിരുന്നുണ്ട്. പറയുക എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ പരത്തുക, നേരത്തെ തന്നെ ലവ് ജിഹാദിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അത് മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ചിട്ടുള്ള അസഭ്യ വർഷം, നേരത്തെ കുറേ ആളുകളെക്കുറിച്ച് ഇതുമാതിരിയുള്ള അസഭ്യ പരാമർശം, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, ഫോൺ ചെയ്ത് ചീത്ത വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊന്നും ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത് പി സി ജോർജിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ പി സി ജോർജിനെ ആരാണ് മൂക്കുകാരിടുന്നത് എന്നുള്ളതാണ് ചോദ്യം. 1 ജനുവരിയിലാണ് ഈ കേസ് ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം റിപ്പീറ്റഡ്ലി ലീഗ് പ്രവർത്തകർ ഈരാറ്റുപേട്ട സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഇതിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വന്നപ്പോഴുമാണ് വി ആർ ഫോഴ്സ് ടു ടേക്ക് ആക്ഷൻ ഓൺ ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, പി സി ജോർജ് അല്ലേ, പി സി ജോർജ് ഇതും പറയുന്നതിൻ്റെ അപ്പുറം പറയാമെന്ന് നമുക്ക് കളയാം. പക്ഷേ അത് ആളുകളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നറിയണമെങ്കിൽ അവരോട് അത് ചോദിച്ച് മനസ്സിലാക്കണം. കാര്യം ഒന്നാമത് വളരെ വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത്, രാജ്യം കടന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിരുത്തരവാദമായ പ്രസ്താവനകൾ വലിയ ദോഷം ചെയ്യും. രാജ്യത്തിന്റെ ദോഷം ചെയ്യും. ആ ഫ്രജൈൽ സിറ്റുവേഷൻ ഒന്ന് വിശദമാക്കാമോ? കേരളത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം അതൊന്ന് പറഞ്ഞു വെക്കാൻ ഡോക്ടർ ബി ജയരാജ്. ദേശീയ പശ്ചാത്തലത്തിൽ എഴുതാം. നമുക്ക് മണിപ്പൂർ ഇഷ്യൂ, UP-യിൽ നടക്കുന്ന ഇഷ്യൂ, ഓരോ പള്ളികളും കുഴിച്ച് അവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ്, ബാബറി മസ്ജിദ് പൊളിച്ചിടം തൊട്ട് ആ ഫ്രാജൈൽ സിറ്റുവേഷൻ ഇന്ത്യൻ സെക്യുലർ സിസ്റ്റത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള എനിക്കുള്ള അറിവുകളും വെച്ച്, പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അവിടെയാണ് ശരിക്കും ഈ ഡിവിഷൻ ആരംഭിച്ചത്. അതിനു മുമ്പ് കണ്ടിട്ടുള്ളത് നമ്മൾ വിഭജന കാലത്ത് മാത്രമായിരുന്നു ഇത്തരമൊരു ഡിവിഷൻ. അത്തരം ഡിവിഷനെയൊക്കെ ആക്കംകൊണ്ട രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടെ ടോളറൻ്റ് ആയിക്കൂടാ? സെമറ്റിക് മതങ്ങൾ, ഏകമത വിശ്വാസികൾ, കഴിഞ്ഞ ആഴ്ച തൃത്താലയിൽ നടന്ന സംഭവം അങ്ങ് അറിഞ്ഞിരുന്നോ? തൃത്താലയിൽ ഉറൂസിനോടനുബന്ധമായി ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങ് മറന്നുപോയോ? അതാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? അവിടെ കൂടിയ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അവർ ആരാധനയോടെ ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ പ്രകടനം നടത്തുന്നത് നമ്മൾ കേരളീയർ കണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? നമ്മൾ ഹമാസ് ഭീകരരെന്ന് പറയുന്നു, നമ്മൾ ഹമാസ് ഭീകരരെന്ന് പറയുന്നു. പക്ഷേ അവരുടെ രാജ്യത്തിൽ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഹമാസ് ഉള്ളത്. ഹമാസിൽ ഭീകരപ്രവർത്തകരുണ്ടാകാം എന്നും പറഞ്ഞിട്ട് എല്ലാ ഹമാസുകാരും ഭീകരരാണെന്ന് മുദ്രവെത്താൻ പാടില്ല. ഹമാസ് നേരത്തെ പറഞ്ഞത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരൊന്നുമല്ല. പലസ്തീനോട് ഐക്യദാർഢ്യമാകാം, പക്ഷേ ഹമാസിനോട് അത് പറ്റുമോ? ഡോക്ടർ ബി ജയരാജ്,
ഹമാസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് വേറെ വിഭാഗമാണ്. ഹമാസിനെ തെരഞ്ഞെടുത്തത് അവിടുത്തെ ഗവൺമെൻറ്, എലക്ടഡ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഹമാസിൻ്റെയാണ്. അതും ഭീകരവാദം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചാരസംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് ഇസ്രായേലുകാർ മൊത്തം മൊസാദുക്കളാണ് നമ്മൾ പറയൂ. ഇസ്രായേലി മൊസാദുകൾ എന്ന് നമ്മൾ പറയാത്തത് എന്തുകൊണ്ടാണ്? അത് ഭീകര സംഘടന വേറെയാണ്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനസമൂഹം വേറെയാണ്. അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കാണാൻ പാടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നീലിമ നേരത്തെ ഈ ചർച്ച മൊസാദ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഔദ്യോഗിക സംവിധാനമാണ് ഡോക്ടർ ബി ജയരാജ്. പലസ്തീന്റെ ഔദ്യോഗിക സംവിധാനമല്ല ഹമാസ്. അതുപോട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ഡിബേറ്റിന്റെ ഇടയിലാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വളരെ കൃത്യമായി അവിടെ ലീഗിന്റെ പ്രതിനിധി ചില പ്രകോപനങ്ങൾ, അങ്ങേയറ്റം പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ സംഭവിച്ചു. അതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഒരുപക്ഷെ അവിടെ തീരേണ്ടിയിരുന്ന ഒരു പ്രശ്നം ഇത്രമേൽ വഷളാക്കിയത് ആരെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ പ്രീവിയസ് ഇൻസിഡൻസ് എടുത്ത് പരിശോധിച്ചാൽ മതി. ഇത് ആദ്യമായിട്ടല്ലല്ലോ നാക്കുപിഴ സംഭവിക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇപ്പോൾ 7-8 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ലാസ്റ്റ് പോലീസ് ഇടപെടൽ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നത്. അതിന് കേസായിട്ട് വന്നു കഴിഞ്ഞാൽ FIR ഇട്ട് കേസ് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. അത് കോടതിയിൽ പോയി അങ്ങനെ മോചിതനായി വരിക എന്നുള്ളത് ഇപ്പോൾ എന്തായാലും സുഖമില്ലാതെ ദേഹാസ്വാസ്ഥ്യത്തിനെ കുറിച്ച് ICUയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ സ്വയം വിലയിരുത്താനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടും എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഈ വിദ്വേഷ പരാമർശങ്ങൾ എവിടെ കൊണ്ട് നമ്മളെ എത്തിക്കും? ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും? അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഭാരതം എന്ന് പറഞ്ഞ സങ്കല്പം ഒന്നായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം വി ഷുഡ് പ്രാക്ടീസ് ടോളറൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ആകെ സത്യം. മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു കാലമുണ്ടാകുന്ന കാലമാണ് ഇവിടെ സമാധാനവും സന്തോഷവും പുലരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്നതിന് മാത്രമായി കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും സമാധാനവും സന്തോഷവും ഉണ്ടാവുന്ന ഈ നോൺ മുസ്ലിംസ് പ്രതിസ്ഥാനത്ത് വന്നാൽ മാത്രമേ ഇവിടുത്തെ ഇൻടോളറൻസ് ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അസഹിഷ്ണുത എന്ന് പറയുന്നത് നോൺ മുസ്ലിംസ് പറയുമ്പോൾ മാത്രമാണോ? ഈ പറയുന്നത് പോലെ കാഞ്ഞങ്ങാടൊക്കെ ഉണ്ടായ പ്രകോപനപരമായ മുദ്രാവാക്യത്തിന്മേൽ ഒരു നടപടിയുമില്ല. തൃത്താലയിൽ ഈ ഹമാസിന്റെ ഭീകരരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടെ റാലി സംഘടിപ്പിക്കുകയാണ്. ഇവിടെ ഹമാസിന്റെ ഔദ്യോഗിക വക്താക്കൾ ഇവിടെ വന്ന് വളരെ കൃത്യമായി വെർച്വൽ റാലിയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ എന്നതാണ് എന്റെ ചോദ്യം.